ഇതിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്നലെ രാത്രി പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഒരു ഖേദപ്രകടനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണല്ലോ: ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അതൊരു തെറ്റായ വാചകമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത്. അത് അവർ പറഞ്ഞതുകൊണ്ട് ഞാനത് ആ ഖേദം പ്രകടിപ്പിക്കുന്നു. അതൊരു വലിയ ഖേദമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ, ഡോക്ടർ അരുണിൻ്റെ ചർച്ചയിൽ അദ്ദേഹം വിശദമായി തന്നെ എന്നോട് സംസാരിക്കുന്നു. കെ ശൈലജയോട് ശൈലജയ്ക്കെതിരെ പറഞ്ഞതിനും അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന രൂപത്തിൽ പറഞ്ഞതിനും അതുപോലെ മഞ്ജു വാര്യർ എന്ന പേര് പ്രയോഗിച്ചതിനും രണ്ടുപേരോടും ഖേദപ്രകടനത്തിന് തയ്യാറാണ്. രാഷ്ട്രീയ ശരിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഒരുപാട് പ്രതികരണങ്ങൾ വന്നിരിക്കാമല്ലോ. അനുകൂലിക്കുന്ന നേതാക്കൾ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ആ സാഹചര്യത്തിൽ അത്ര അങ്ങനെ ഒരു ബോധ്യം വന്നിരിക്കാം. ആ പ്രസംഗത്തിലെ വാചകങ്ങൾ എന്തായിരുന്നു? CPM സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചിലത് നടത്തിയാൽ അങ്ങ് തീരുമെന്നാണ്. ടീച്ചറുടെ ഒരു പോൺ വീഡിയോ ഉണ്ടാക്കി എന്നാണ്. ആരെങ്കിലും ഉണ്ടാക്കുമോ? അത് മഞ്ജുവാരുടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകും. അത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് നല്ല പൊട്ടിച്ചിരിയും കയ്യടിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കുമോ? ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P. മോഹൻ്റെ മകൻ നികിതാസ് ജൂലിയാസിന് വല്ല പങ്കുമുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. P. മോഹനുമായി ബന്ധപ്പെട്ട് ഈ RMPയും CPMൽ വടകരയിലെ ചില നേതാക്കളും തമ്മിലുള്ള പ്രശ്നം നേരത്തെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് വടകരയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായ ശേഷം വളരെ വേഗത്തിൽ തന്നെ RMP KK രമ പ്രതികരിക്കുന്നു. ഇന്നിപ്പോൾ വിവാദമായ ശേഷം KK രമ പ്രതികരിക്കുന്നു, ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നു, VD സതീശൻ വാർത്താക്കുറിപ്പും ഇറക്കി അതിനുശേഷം പ്രതികരണവും നടത്തി. അപ്പോൾ ഇന്ന് CPM അതിശക്തമായി രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RMP. ആ ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു വന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരാണുള്ളത്? ഒരു വനിതയാണ്, KK രമ. ഒരു വനിതാ നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഈ രൂപത്തിൽ പറയുന്നു എന്നുള്ളത് അത്യന്തം ദയനീയമായ സാഹചര്യമാണ്. അതൊരു വല്ലാത്ത സാഹചര്യമാണ്. KK രമ എന്ന രാഷ്ട്രീയ നേതാവാണ് ഏറ്റവും അധികം അധിക്ഷേപത്തിനിരയായിട്ടുള്ളൊരു നേതാവ്. നമുക്കറിയാവുന്നതാണ്. ആസ്ഥാന വിധവ എന്ന പ്രതികരണം പോലും ഇവിടുത്തെ പ്രധാനപ്പെട്ട മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ നടത്തിയിട്ടുണ്ട്. അതിന്മേലൊരു ഖേദപ്രകടനം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ആ രൂപത്തിൽ പോകട്ടെ എന്ന് ആ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റയ്ക്കല്ല, പല രാഷ്ട്രീയ നേതാക്കൾ, നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ രാഷ്ട്രീയത്തിലെ നേതാക്കൾ, രാഷ്ട്രീയത്തിലെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് വനിതാ നേതാക്കൾ, അത് വനിതാ നേതാക്കൾ ചെറുതായാലും വലുതായാലും അത് സംസാരിക്കുമ്പോൾ അത് വേറെ രൂപത്തിലേക്ക് ലൈംഗിക ചുവയോടുകൂടി പ്രതികരിക്കുക. എത്ര ഉയർന്ന നേതാവായാലും ആ രൂപത്തിൽ പ്രതികരിക്കുക എന്ന രീതിയാണ്. KK ശൈലജയെ പോലും വെറുതെ വിടാത്ത രീതിയിൽ ആ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വടകരയിൽ അത് കണ്ടതാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ മിക്ക നേതാക്കളും ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം അത് തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇടുക്കിയിലെ നേതാവ് പറഞ്ഞിട്ടുള്ളത്. പല വനിതാ സമരത്തിൽ പങ്കെടുക്കുന്ന സാധാരണ തൊഴിലാളി സ്ത്രീകൾക്കെതിരെ പറഞ്ഞ കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഡിഗ്രി ഏത് തരത്തിലാണെന്ന് പരിശോധിക്കുന്നു, അല്ലേ? ആ രൂപത്തിൽ നേതാക്കളെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രതികരണത്തിന് വിവിധ നേതാക്കൾ തയ്യാറായി എന്നുള്ളതൊരു നല്ല സൈനായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിലെ രാഷ്ട്രീയ ശരി തെറ്റുകൾ മനസ്സിലാകാത്തത്? അത് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയത്തിലെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇന്ന് വന്നിരിക്കുന്ന എതിർ പ്രതികരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ നേതാക്കളിൽ വന്നിരിക്കുന്ന എതിർ പ്രതികരണങ്ങൾ അതൊരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്നതിൽ അവർ തെറ്റ് കാണുന്നില്ല. അവനവൻ്റെ പാർട്ടിയിലെ നേതാക്കളാവുമ്പോഴാണ് അത് കാണുന്നത്. തിരിച്ചുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് സ്ത്രീകൾ എന്ന പൊതുരീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നില്ല. പ്രധാനപ്പെട്ട വലിയ നേതാക്കൾ തന്നെ അങ്ങനെ എത്തുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഏതൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഖേദപ്രകടനം, രണ്ടാമത്തെ ഖേദപ്രകടനത്തെ ഞാൻ ഖേദപ്രകടനമായി കാണുന്നു. പക്ഷേ അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളിൽ വീട് നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയടക്കം വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു വേറെ തരത്തിലേക്ക് പോവുകയാണ്. പോലീസ് അവിടെ എത്തി, അത് ബോംബല്ല പടക്കമാണെന്ന് പറയുന്നു. പക്ഷേ KK രമ അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് അവിടെ നേരത്തെയും ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.